ഇത് നമ്മൾ കെട്ടുമുറുക്കിൽ എടുത്ത വീഡിയോ ആണ്. ഇന്നാണ് പോസ്റ്റ് ചെയ്യുന്നതെന്നേ ഉള്ളൂ. ഉച്ചയായപ്പോൾ അതേ കൃതിക പൗഡറൊക്കെ എടുത്ത് എന്തോ പുതിയ മരുന്നൊക്കെ കണ്ടുപിടിക്കുകയാണെന്നും പറഞ്ഞ് ലച്ചുമോളുമായിട്ട് കളിക്കുകയാണ് കേട്ടോ. എൻ്റെ അടുത്ത് പറഞ്ഞ് ഇങ്ങനെ പൊട്ട് കുത്തിത്തരാം, ഞാൻ നമ്മുടെ കയ്യിൽ ഈ മരുന്ന് വെച്ച് തരാം എന്നൊക്കെ പറയുന്നുണ്ട്. എന്തൊക്കെയോ വെച്ചിരുന്ന് തന്നെ കളിക്കുകയാണ്. അങ്ങനെ അത് കഴിഞ്ഞ് പിന്നെ അതേ അടുത്ത അവരുടെ കളി ഇതേ ഒരു മീൻ പോയി രണ്ട് മീൻ പോയി. നിങ്ങൾക്കൊക്കെ അറിയാമോ? അല്ല, അറിയാം, ഇരിക്കാൻ വഴിയില്ല. നമ്മുടെയൊക്കെ കുഞ്ഞിലെ നമ്മൾ കളിക്കുന്നതല്ലേ. ഞാൻ വിജയക്കും ചക്കരയൊക്കെ ആയിട്ട് കളിക്കുന്ന കളിയായിരുന്നു കേട്ടോ. അത് അവരെൻ്റെ കളിക്കൂട്ടുകാരാണ്. പിന്നെ എൻ്റെ സ്കൂളിൽ ഞാൻ കളിക്കുന്ന കളിയായിരുന്നു. അപ്പോൾ എനിക്ക് ഇവർ കളിക്കുന്ന കണ്ടപ്പോൾ പെട്ടെന്ന് എൻ്റെ ചൈൽഡ്ഹുഡ് ഓർമ്മ വന്നു ഗൈസ്. ചൈൽഡ്ഹുഡ് ഓർമ്മ വന്നു. അങ്ങനെ പിന്നെ അത് കഴിഞ്ഞ് ഞാൻ നോക്കുമ്പോൾ അതേ നോക്ക്, സ്നേഹനിധിയായ അമ്മമാരെല്ലാം കൂടെ പാത്രം എല്ലാം കഴുകി വെച്ചു. ഞാനിവിടെ വന്ന് തിന്ന് കുറച്ച് നേരം കിടന്ന് പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് എന്നല്ലാതെ പ്രത്യേകിച്ച് എന്നെ കൊണ്ട് ഇവർക്ക് യാതൊരു ഉപകാരവും ഇല്ലായിരുന്നു. അതിന് എൻ്റെ അനിയത്തി എപ്പോഴും പറയുന്നത്, നീ എന്തിനാണ് സത്യത്തിൽ ഇങ്ങോട്ട് ഇടയ്ക്കിടയ്ക്ക് വരുന്നത് എന്നാണ് ചോദിക്കുന്നത്. ഞാൻ പറയും റെസ്റ്റ് എടുക്കാൻ. നമ്മുടെ വീട്ടിൽ പോകുമ്പോഴല്ലേ നമുക്ക് റെസ്റ്റ് എടുക്കാൻ പറ്റത്തുള്ളൂ. പിന്നെ അതെ കാർത്തിക്ക് വീട്ടിലെ പോലെ തന്നെ അടയ്ക്കാമരവും മാവും തെങ്ങും പ്ലാവും ഒന്നും വിടത്തില്ല. അടയ്ക്കാമരത്തെ കയറുകയാണ്. ഇത് കൃഷ്ണാമോനാണ് കേട്ടോ. കൃഷ്ണാമോൻ എന്തോ തപ്പി നടക്കുവാണ്. അവൻ ഇവിടെ വന്നാൽ കൃഷ്ണാമോന്റെ പുറയിലാണ് എപ്പോഴും. കൃഷ്ണ എവിടെ പോകുന്നു അവൻ അവിടെ കാണും. അങ്ങനെ പിന്നെ കാർത്തിക്കും കൃതികയും വേറൊരു സ്ഥലത്താണെന്ന് മനസ്സിലാക്കിയ ഞാൻ എൻ്റെ അടുത്ത മൂമെന്റിലേക്ക് കടന്നു. അതെന്താണെന്ന് ചോദിച്ചാൽ ഇതെൻ്റെ മാമൻ്റെ കടയാണ്. നമ്മുടെ മാമൻ്റെ വീടിൻ്റെ ഫ്രണ്ടിൽ തന്നെയാണ് കട. എനിക്ക് പറ്റിയ എന്തെങ്കിലും സാധനങ്ങൾ എനിക്ക് ഇവിടുന്ന് സാധാരണ കിട്ടാറുണ്ട്. കൽക്കണ്ടം, പിന്നെന്താ അമൂല്യയുടെ പാൽപ്പൊടി, പിന്നെ ജ്യൂസ്, സിപ്പപ്പ്, ഇതൊക്കെ ലേസ്. ഇതൊക്കെ എൻ്റെ മക്കൾ കാണാതാണ് ഞാൻ ഇവിടുന്ന് അടിച്ചു മാറ്റിക്കൊണ്ട് ഇരിക്കുന്നത്. പിന്നെ അവർ കാണാതെ പെട്ടെന്ന് കുടിച്ചു തീർക്കാൻ പറ്റിയ എന്തെങ്കിലും ഉണ്ടോ എന്നറിയാൻ ഞാൻ ഫ്രിഡ്ജ് തുറന്ന് നോക്കി. പക്ഷെ എല്ലാം കുറച്ച് കൂടുതൽ ഉള്ളതാണ്. പെട്ടെന്ന് നമുക്ക് കുടിച്ചു തീർക്കാൻ പറ്റത്തില്ല. കാരണം അവരിൽ ആരെങ്കിലും ഒരാൾ, ഈ അവരുദ്ദേശിക്കുന്നത് കാർത്തിക്കോ കൃതിക്കോ ആരെങ്കിലും ഒരാൾ വന്നാൽ തീർന്നു. കാരണം രണ്ടുപേർക്കും ചുമ മാറിയതേ ഉള്ളൂ. അപ്പം നിങ്ങൾ ചോദിക്കും എന്നാൽ പിന്നെ ഞാൻ കുടിക്കാതിരുന്നപ്പോഴും. അതെനിക്ക് പറ്റത്തില്ല ഗൈസ്. വീട്ടിൽ വരുമ്പോഴാണ് ഇങ്ങനെ കടയിൽ കയറി എന്തെങ്കിലുമൊക്കെ തിന്നുന്നത്. വീട്ടിലുണ്ട് സാധനങ്ങളെന്ന് പറഞ്ഞാലും ഇങ്ങനെ മാമൻ്റെ കടയിൽ ചെല്ലുമ്പോൾ എന്തെങ്കിലുമൊക്കെ പെറുക്കി തിന്നുന്ന എനിക്കൊരു ശീലമാണ്. അങ്ങനെ പിന്നെ നമ്മുടെ ജീരകം മിഠായി പണ്ടൊക്കെ കന്നാസിലായിരുന്നല്ലോ കടകളിൽ ഇങ്ങനെ തൂക്കിയിടുന്നത്. ഇപ്പം അത് ഈ കുഞ്ഞ് കണ്ണി പോലും കാണാത്ത ടിന്നിലാണ്. അങ്ങനെ പിന്നെ അവിടുന്ന് നേരെ വീട്ടിൽ ചെന്നപ്പോൾ അതേ എൻ്റെ സ്നേഹനിധിയായ സഹോദരി എനിക്ക് ചായ ഇട്ട് തന്നു. അമ്മ പറയും എൻ്റെ മോൾ ഇവിടെ വന്ന് എനിക്കൊരു ഗ്ലാസ് ചായ ഇട്ട് തരത്തില്ല, പക്ഷെ ഞാൻ എൻ്റെ മോൾക്ക് ഇട്ട് കൊടുക്കണം, അതാണ് എൻ്റെ മോൾക്ക് ഇഷ്ടം. സത്യമാണ്. പക്ഷെ നമ്മ ബിസി ആയതുകൊണ്ട് തന്നെ എനിക്ക് എൻ്റെ അനിയത്തിയാണ് ഗൈസ് ചായ ഇട്ട് തന്നത്. അവൾ മൊത്തം ജോലി അവളാണ് ചെയ്തത്, ഞാൻ ഒന്നും ചെയ്തില്ല. അങ്ങനെ പിന്നെ കൃതിയേക്കും കുറച്ച് ചായ കൊടുത്ത്. അവൾ തന്നെ കുടിച്ചോളാന്ന് പറഞ്ഞു. കൃതിയേയും കുടിച്ചു, ചുവും കുടിച്ചു, ഞാനും കുടിച്ചു. എൻ്റെ അച്ഛൻ ഇവിടെ എവിടെയോ ഉണ്ട് ഗൈസ്. അച്ഛൻ അങ്ങനെ വീഡിയോയിൽ വരുന്നത് ഇഷ്ടമല്ലെന്നല്ല, അങ്ങനെയല്ല, കുറച്ച് ഇൻട്രോവേർട്ടാണ്. പിന്നെന്താ, ഇത് ദേ ഗൗരിമോളാണ്, കുഞ്ഞാഞ്ഞയുടെ മോൾ. അതായത് കുഞ്ഞമ്മയാണ്. കുഞ്ഞമ്മനെ ഞാൻ കുഞ്ഞാഞ്ഞ എന്നാണ് കുഞ്ഞിലെ തൊട്ട് വിളിക്കുന്നത്. പുള്ളിക്കാരി എന്നും വരത്തില്ല, ഇതിനു വേണ്ടി പിന്നെ ലീവ് ആയതുകൊണ്ട് വന്നതാണ്. പിന്നെ അങ്ങനെ വൈകുന്നേരം ആയപ്പോൾ നമുക്കിനി കെട്ടുമുറുക്ക് സ്ഥലത്ത് പോകേണ്ടതുകൊണ്ട് ഇതേ കുളിയൊക്കെ കഴിഞ്ഞ് ഫ്രഷ് ആയി. ഡ്രസ്സ് എൻ്റെ അനിയത്തിയുടെയാണ് ഗൈസ്. അവൾ എന്നെക്കാട്ടി 11 വയസ്സിന് ഇളയതാണെങ്കിലും അവളുടെ ഡ്രസ്സെല്ലാം എനിക്ക് പാകമാണ്, എൻ്റെ ഡ്രസ്സെല്ലാം അവൾക്കും പാകമാണ്. ഇതാണ് എൻ്റെ സഹോദരി കൃഷ്ണപ്രിയ. നിങ്ങൾക്കറിയാലോ അല്ലേ, നേരത്തെ വീഡിയോയിൽ കണ്ടു കാണും. അങ്ങനെ പിന്നെ നമുക്ക് അടുത്തൊരു വാവേനെ കാണാനുണ്ടായിരുന്നു. ആ വാവേനെ കണ്ടിട്ട് നമ്മളിതേ കെട്ടുമുറുക്ക് സ്ഥലത്തോട്ട് പോവുകയാണേ. മോളിയമ്മയുടെ വീട്ടിൽ വെച്ചാണ് എൻ്റെ കുഞ്ഞമ്മയുടെ വീടാണ്. ഇത് ഉണ്ട് ബോഗൻവില്ല. ഓ മൈ ഗോഡ്, എൻ്റെ ബോഗൻവില്ല എല്ലാം നശിച്ചു പോയി ഗൈസ്. അല്ല, ഉണ്ട് കുറച്ച്. പിന്നെ അവിടെ ചെന്നപ്പോൾ അവിടെ പായസം വെച്ചിട്ടുണ്ടായിരുന്നു. വിളമ്പിസ്റ്റ് എൻ്റെ സഹോദരിയാണ്. അപ്പോൾ കിച്ചു അവിടെ നിന്ന് വിളമ്പുകയാണ് കേട്ടോ. കൃഷ്ണപ്രിയെന്ന് സഹോദരി എന്നൊക്കെ മെൻഷൻ ചെയ്താലും ഞങ്ങൾ അവളെ കിച്ചു എന്നാണ് വിളിക്കുന്നത്. പിന്നെ ഈ കിളികൾ, ഇത് നിങ്ങൾ എൻ്റെ ഷോർട്ട് വീഡിയോയിൽ കണ്ടു കാണുമല്ലോ. അത് കഴിഞ്ഞ് കാർത്തിക്ക് വേണ്ട ഊഞ്ഞാലാടുകയാണ് കേട്ടോ. കാർത്തിക്കിനോട് ഞാൻ പറഞ്ഞു, മോനെ വീഴും, ഡ്രസ്സിൽ പൊടിയാവും, ആര് കേൾക്കാൻ, എവിടെ കേൾക്കാൻ. വീട്ടിലോ കിടന്ന് ബഹളം വെച്ച് സൈറൺ മുഴക്കിയാണ് ഞാൻ അലറി ബഹളം വെക്കുന്നത്. എവിടെയെങ്കിലും പോയാലും നമുക്ക് അലറാൻ പറ്റുമോ? കുറച്ച് സ്റ്റാൻഡേർഡൊക്കെ മെയിൻറ്റെയിൻ ചെയ്യണ്ടേ. അതുകൊണ്ട് ഞാൻ അലറാൻ പോയില്ല, കളിക്കട്ടെ എന്ന് വിചാരിച്ചു. പിന്നെ ദാണ്ട ചീരകൃഷി. മോളിയമ്മയുടെ ആണോ വിദ്യമാമിയുടെ ആണോ എന്നറിയത്തില്ല, ആരുടെയോ ചീരകൃഷി. പിന്നെ ആൻറ്റിയമ്മയുണ്ട്, ഇവിടുത്തെ അച്ചാച്ചനുണ്ട്, എൻ്റെ അച്ചാച്ചനുണ്ട്. അച്ചാച്ചൻ 4 മണിയൊക്കെ ആയപ്പോൾ എൻ്റെ അച്ചാച്ചൻ്റെ കൂടെ ഇവിടെ വന്ന് ഇരുന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം എൻ്റെ അച്ചാച്ചൻ എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ ഇതാവണ്ട, രണ്ടുപേരും എൻ്റെ അച്ചാച്ചന്മാരാണ്. അങ്ങനെ തന്നെ പൂജയൊക്കെ തുടങ്ങി കേട്ടോ. ആദ്യമേ കുറേ ഉണ്ടായിരുന്നു, അത് ഞാൻ ഇങ്ങനെ കുറച്ച് ഷോർട്ട് വീഡിയോയിൽ ഇട്ടുകൊണ്ടാണ് എല്ലാം കാണിക്കാത്തത്. അങ്ങനെ അവിടെ കെട്ടുമുറുക്കിൻ്റെ ചടങ്ങുകളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. കൃതിയെ ഇടയ്ക്ക് ബഹളം വെക്കും കേട്ടോ. എന്നാലും ഞാൻ കൃതിയേനെ എടുത്തുകൊണ്ട് ഞാനും കിച്ചും അങ്ങോട്ടും ഇങ്ങോട്ടും ഓടും, കുറച്ച് വീഡിയോ എടുക്കും, പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും പോവും. അതായിരുന്നു ഞങ്ങളുടെ പരിപാടി. പിന്നെ ബാക്കി കുറച്ച് വീഡിയോ ഒക്കെ ഞാൻ ഷോർട്സിൽ ഇട്ടിട്ടുള്ളതുകൊണ്ട് കൂടുതലൊന്നും ഇതിൽ ആഡ് ചെയ്തിട്ടില്ല. അങ്ങനെ കെട്ടുമുറുക്ക് മുഴുവൻ തീരുന്നതിന് മുന്നേ തന്നെ നമ്മൾ വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. കാരണം അച്ഛനും ഗുളിയൊക്കെ കഴിക്കേണ്ടതുകൊണ്ട് നമ്മൾ കുറച്ച് നേരത്തെ പോയി. അപ്പോൾ വീഡിയോ കുറച്ച് കാണണമെന്നുള്ളവർ ഷോർട്ട് വീഡിയോയിൽ പോയി നോക്കിയാൽ മതി കേട്ടോ.
ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ. അപ്പോൾ എല്ലാവരും എൻ്റെ ചാനൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യണം.